ടുഗദർ മൈക്കിൾ ഷാങ്ക് സംവിധാനം ചെയ്ത് ഡേവ് ഫ്രാങ്കോ, ആലിസൺ ബ്രീ തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ വന്ന പുതിയ ഇംഗ്ലീഷ് സൂപ്പർ നാച്ചുറൽ ബോഡി ഹൊറർ ഫിലിമാണ് ഇന്ന് ഈ സിനിമയെക്കുറിച്ച്. ഒരു ചെറിയ ടൗണിൽ തങ്ങളുടെ ലൈഫിന് ഒരു പുതിയ തുടക്കം കുറിക്കാനായിട്ട് എത്തുന്ന ഒരു കപ്പിൾ, ടിമ്മും മില്ലിയും. അവർക്കുണ്ടാകുന്ന വിചിത്രമായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു മികച്ച ബോഡി ഹൊറർ ത്രില്ലറാണ് ഈ പടം. തുടക്കം മുതൽ എൻഡ് വരെ എൻഗേജിംഗ് ആയിട്ടാണ് പടം മുമ്പോട്ട് പോകുന്നതും. എന്താണ് ഈ കപ്പിളിന് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ തീരുന്നത് വരെ നിലനിർത്താനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കുറെ ഗംഭീരമായിട്ടുള്ള ബോഡി ഹൊറർ മൊമെന്റ്സ് പടത്തിലുണ്ട്. ചിലർക്കത് ഡിസ്റ്റർബിങ്ങും ഡിസ്ഗസ്റ്റിംഗും ആയിട്ട് ഫീൽ ചെയ്യും. മുന്നറിയിപ്പ് തന്നില്ലെന്ന് വേണ്ട. അതുപോലെ ചില ശബ്ദങ്ങൾ തന്നെ ചിലപ്പോൾ അറപ്പൊക്കെ തോന്നി. സബ്സ്റ്റൻസ് സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ പടവും നിങ്ങൾക്ക് വർക്കാകാനുള്ള സാധ്യതയുണ്ട്. പടത്തിന്റെ പേരിനോട് 100% നീതി പുലർത്തിയ കഥയാണ് ഇതിനുള്ളത് എന്നും പറയാം. പേരില്, ടൈറ്റിലില്, പോസ്റ്ററില് എല്ലാം കഥയുണ്ട്. സോ നിങ്ങൾ ട്രെയിലർ ഒന്നും കാണാതെ ഈ പടം കാണാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. ഇതൊന്നും കാണാതെ ശ്രദ്ധിക്കാതെ കണ്ടവർ, ജസ്റ്റ് ബോഡി ഹൊറർ പടമാണെന്ന് മാത്രം അറിഞ്ഞ് കണ്ടവർക്ക്, അത്തരം ഡിസ്റ്റർബിംഗ് ബോഡി ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. തിയേറ്ററിൽ കണ്ടവർ ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയും. ഈ കടുത്ത പ്രണയത്തിലിരിക്കുന്ന ചില കപ്പിൾസ് പറയാറുണ്ട് തങ്ങൾ ഒന്നാണ് എന്നൊക്കെ. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കേണ്ട പടം തന്നെയാണിത്. നല്ല മേക്കിങ്ങും ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു സിനിമ കൂടിയാണിത്. നായകൻ, നായിക ഇവർ രണ്ടുപേരുടെ മികച്ച പെർഫോമൻസ് പടത്തിലുണ്ട്. ഡേവ് ഫ്രാങ്കോ, ആലിസൺ ബ്രീ. യഥാർത്ഥ ലൈഫിലും ഭാര്യ ഭർത്താക്കന്മാരായ ഇവരാണ് പടത്തിൽ നായകനും നായികയായിട്ട് വരുന്നത്. രണ്ടുപേരും കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവരുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് പടത്തിൽ വർക്കായിട്ടുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള കെമിസ്ട്രിയും നൈസാണ്. ജേമി എന്ന ടീച്ചറായിട്ട് വന്ന ഡെയ്മൻ ഹാരിമനും കൊള്ളാം. ഈ 3 പേർക്കും മാത്രമേ കഥയിൽ പ്രാധാന്യമുള്ളൂ. ബാക്കി കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും അവരൊക്കെ ഒരു സീനിലൊക്കെ മാത്രമായിട്ട് വന്നു പോകുന്നവരാണ്. കിടിലൻ ക്യാമറയും ലൊക്കേഷനുമാണ് പടത്തിനുള്ളത്. കഥ നടക്കുന്ന ഒരു വീടും അതിനോട് ചേർന്ന കാട് പോലെയുള്ള പരിസരം, ഇതൊക്കെ നൈസായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ജെർമെയിൻ മക്മിക്കിംഗ് ആണ് ഇതിന്റെ ക്യാമറ. ഷോൺ ലഹീഫ് ആണ് ഇതിന്റെ എഡിറ്റിംഗ്. കേണൽ വിൽഷക്കിന്റെ മ്യൂസിക്കും കൊള്ളാം. സൗണ്ട് ഡിസൈൻ, അത് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഭീകരമായിട്ടുള്ള അറപ്പുളവാക്കുന്ന ടൈപ്പ് കുറച്ച് ശബ്ദങ്ങളൊക്കെ പടത്തിലുണ്ട്. പിന്നെ ഇതിന്റെ ആർട്ട് ഡിസൈനും VFXും കിടുവാണ്. ബോഡി ഹൊറർ സീൻസ് ഒക്കെ നല്ല കിടുവായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ടെക്നിക്കലി പടം ടോപ്പ് നോച്ച് ആണ്. കഥയും ക്യാരക്ടേഴ്സും ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും പ്രധാന കഥാപാത്രങ്ങളുടെ റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ടെങ്കിലും ഒരു ഗംഭീര ഇമോഷണൽ ഡെപ്ത് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളത് പടത്തിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് പറയാം. ആകമൊത്തം ടോട്ടലിൽ ഒരു നല്ല ബോഡി ഹൊറർ പടമാണ് ടുഗദർ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ മാസം തിയേറ്ററുകളിൽ റിലീസ് ആയതാണ് ഈ പടം. പക്ഷേ എനിക്ക് അപ്പോൾ കാണാൻ പറ്റിയില്ല. ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലൊന്നും പടം വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. പക്ഷെ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണാൻ പറ്റും. പക്ഷെ ഓർക്കുക, ഇതെല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. ചിലർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ പടം 18+ ആണ്. ന്യൂഡിറ്റി, സെക്ഷുവൽ സീൻസ് ഒക്കെ പടത്തിലുണ്ട്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല, അത് ഓർക്കുക. 1 മണിക്കൂർ 42 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പടം ഇംഗ്ലീഷ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. മലയാളം സബ്ടൈറ്റിലൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.